വയനാട് ഉരുൾപൊട്ടൽ മേഖലയിൽ നിന്ന് കണ്ടെത്തിയ 4 ശരീരഭാഗങ്ങൾ ഇന്ന് സംസ്കരിക്കും. പുത്തുമലയിൽ സർക്കാർ ഏറ്റെടുത്ത ഭൂമിയിലാണ് സംസ്കാരം നടക്കുക. പുത്തുമലയിൽ നിന്നും സജോ ദേവസ്യ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സജോ, 4 ശരീരഭാഗങ്ങളാണ് ഇന്ന് സംസ്കരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഇന്ന് തെരച്ചിൽ നടത്തിയ മേഖലകളിൽ നിന്ന് കണ്ടെടുത്ത ശരീരഭാഗങ്ങളാണോ, അതല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടെത്തിയ ശരീരഭാഗങ്ങളാണോ ഇന്ന് സംസ്കരിക്കുന്നത്? എന്താണ് വിവരങ്ങൾ? പ്രജിൻ, 2 പൂർണ്ണ തോതിലുള്ള മൃതദേഹങ്ങൾ എന്ന് വിളിക്കാൻ കഴിയുന്ന മൃതദേഹങ്ങളും ഒപ്പം 4 ശരീരഭാഗങ്ങളും, അങ്ങനെ 6 സംസ്കാരമായിരിക്കും ഇന്ന് പുത്തുമലയിലെ ഈ പൊതു ശ്മശാനത്തിൽ നടക്കുക. കൂട്ട സംസ്കാരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നടന്നാണ്. ഇന്ന് 4ാം ദിനമാണ്. 4ാം ദിനവും സഹോദരങ്ങളെ സംസ്കരിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. എനിക്ക് പിന്നിൽ കാണാം, ഇവിടെ 2 മൃതദേഹങ്ങൾ, പൂർണ്ണ തോതിലുള്ള മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള കുഴിമാടങ്ങൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഒപ്പം ഇവിടെ സന്നദ്ധ പ്രവർത്തകർ സജ്ജരാണ്. കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ സർവ്വമത പ്രാർത്ഥനയും പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണറും ഒക്കെ ഉണ്ടാവും. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുക. ഒപ്പം ഇവിടെ കൂടുതൽ, അതായത് 50 സെൻറ്റ് സ്ഥലം കൂടി, അതായത് 1 ഏക്കറിലധികം സ്ഥലമായി ഇത് മാറുന്നുണ്ട്. ഇവിടെ അത്രയധികം പേരെ സംസ്കരിക്കേണ്ടി വരുന്നു. ഒപ്പം 4 ശരീരഭാഗങ്ങൾ. അങ്ങനെയാണ് അല്പസമയത്തിനകം തന്നെ ഈ മൃതദേഹങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും. ഇപ്പോൾ തന്നെ നമുക്ക് ആംബുലൻസുകൾ ഇതിനടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അതിനോടൊപ്പം മേപ്പാടി പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടി ചേരുകയാണ്. ഇന്ന് എത്ര സംസ്കാരമായിരിക്കും നടക്കുക? ഇന്ന് പൂർണ്ണമായിട്ടുള്ള 2 മൃതശരീരങ്ങളും 4 ശരീര അവയവങ്ങളുമാണ് ഇന്ന് എന്ത് ചെയ്യുന്നത് ഇവിടെ സംസ്കരിക്കുന്നത്. അതിലെല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി മൃതശരീരം മേപ്പാടിയിൽ നിന്ന് പുറപ്പെട്ട് ഏകദേശം ഇവിടെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. അത് എത്തിക്കഴിഞ്ഞാൽ ഉടനെ സർവ്വമത പ്രാർത്ഥനയോട് കൂടിയിട്ട് ഇതുവരെ നടന്ന അതേപോലെ തന്നെ എല്ലാ ബഹുമതികളോടും കൂടിയിട്ട് അവരെ ഏതാനും നിമിഷങ്ങൾക്ക് ഈ മണ്ണോട് അവർ ചേരുന്നതാണ്. താങ്ക് യു. അദ്ദേഹമാണ് നമ്മളോടൊപ്പം ചേർന്ന്. നമുക്ക് തൊട്ടടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. അതായത് ഇതുവരെ സംസ്കരിച്ച ഒരു കണക്ക് എടുക്കുകയാണെങ്കിൽ 37 പൂർണ്ണ തോതിലുള്ള മൃതദേഹങ്ങളും 176 ശരീരഭാഗങ്ങളും ഇവിടെ സംസ്കരിച്ചു കഴിഞ്ഞു. അത്രയധികം കൂട്ട സംസ്കാരങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞു എന്നതാണ്. അത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന ഒന്നാണെങ്കിലും ആംബുലൻസുകൾ, അതായത് ഈ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് പുത്തുമലയിലെ പ്രത്യേകമായി ഒരുക്കിയ, ഇപ്പോൾ അതൊരു ശ്മശാനം തന്നെയാണ്, ആ ഭൂമിയിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം കഴിഞ്ഞ ദിവസത്തിനെ പോലെ തന്നെ എല്ലാ ആദരവും ബഹുമതിയും ഉണ്ടാകും. പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണർ ഉണ്ടാകും. ഒപ്പം സർവ്വമത പ്രാർത്ഥനയുണ്ടാകും. ഒപ്പം സംസ്ഥാന സർക്കാരിൻ്റെ ബഹുമതി എന്ന നിലയ്ക്കുള്ള ബഹുമതി ഉണ്ടാകും. ഒപ്പം തദ്ദേശ സ്ഥാപനം, പഞ്ചായത്തിൻ്റെയും ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും ഒക്കെ ബഹുമതിയും കൂടി ഉണ്ടാകും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമെന്ന് കരുതുന്നു. ആംബുലൻസുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഇന്നും വരും ദിവസങ്ങളിലുമെല്ലാം, കാരണം ഇത് നമ്മളെ വീണ്ടും വീണ്ടും അസ്വസ്ഥതപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണെങ്കിലും വീണ്ടും വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണെങ്കിലും ഇതങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതായത് തിരിച്ചറിയപ്പെടാതെ പോയ മനുഷ്യരാണ്, മേൽവിലാസമില്ലാതെ തിരിച്ചറിയപ്പെടാതെ പോയ ആ മനുഷ്യരാണ്. അവരെയാണ് നമ്മൾ ആദരപൂർവ്വം അവർക്ക് വിട നൽകുന്നത്. അവരാരെന്നറിയില്ല, അവരാരെന്ന് തിരിച്ചറിയാൻ ഉറ്റവർക്കോ പ്രിയപ്പെട്ടവർക്കോ കഴിഞ്ഞില്ല. അവശേഷിക്കുന്ന മനുഷ്യർക്കാർക്കും കഴിഞ്ഞിട്ടില്ല. പക്ഷേ തിരിച്ചറിയപ്പെടാതെ പോയ മനുഷ്യരാണെങ്കിലും അവർക്ക് കൃത്യമായൊരു മേൽവിലാസം ഉണ്ടായിരുന്നു, അഡ്രസ്സ് ഉണ്ടായിരുന്നു. ആ മനുഷ്യരെ എല്ലാവരും കൂടി ചേർന്ന് ഇവിടുത്തെ സംവിധാനങ്ങൾ, തദ്ദേശ സ്ഥാപനം, സർക്കാർ, നാട്ടുകാർ, സന്നദ്ധ പ്രവർത്തകർ, ധാരാളം സന്നദ്ധ പ്രവർത്തകർ, ഓരോ ദിനവും വ്യത്യസ്തരായ സന്നദ്ധ പ്രവർത്തകരാണ്. അവരാണ് ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത്. അവർക്ക് തന്നെയും ഇതാരാണ്, ഞങ്ങളാരെയാണ് സംസ്കരിക്കുന്നത് എന്നത് സംബന്ധിച്ച് അവർക്കും വ്യക്തതയൊന്നുമില്ല. പക്ഷേ അങ്ങനെ അറിയപ്പെടാത്തവർക്കായി അവരും സ്വന്തം സഹോദരങ്ങളെ പോലെ ഏറ്റെടുത്ത് ആ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തേതുപോലെ തന്നെ ഉള്ള എല്ലാ ക്രമീകരണങ്ങളും ഉണ്ടാകും. കഴിഞ്ഞ ദിവസങ്ങൾ, അതായത് 4ാം ദിനമാണ്. 4ാം ദിനവും തുടരുന്ന കൂട്ട സംസ്കാരങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും. അതങ്ങനെ ആവർത്തിക്കേണ്ടി വരുന്നു, അത്തരം സംസ്കാരങ്ങൾ ആവർത്തിക്കേണ്ടി വരുന്നു എന്നത് തന്നെ അങ്ങേയറ്റം വേദനാജനകമാണ്. കാരണം ആ ദുരന്തത്തിൻ്റെ കഴിഞ്ഞ 2 ദിവസങ്ങൾ നമ്മൾ കാണുന്ന കാഴ്ച ഇന്നുമുണ്ട്. അവിടെ കൂട്ട കുഴിമാടങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവിടെ കാണുന്നപ്പോൾ 2 മൃതദേഹങ്ങളും 4 ശരീരഭാഗങ്ങളും സംസ്കരിക്കുന്നു. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകി.